കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റ് എല്ലാവർക്കും അറിയോ, പുതിയൊരു ടോൾ വരുന്നുള്ളത്. ഞാനിപ്പോ പോയിക്കൊണ്ടുള്ള നമ്മളെ ആരിക്കാടി ടോൾ ഗേറ്റിലാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളി, ഇവിടുത്തെ ടോൾ ഗേറ്റല്ല, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന റീച്ചിന് വേണ്ടിയോ അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഷോ ആക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. ഇത് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഓൾറെഡി തലപ്പാടിയിൽ ടോൾ ഉണ്ട്, മാംഗ്ലൂർ. അപ്പോൾ കാസർഗോഡുകാർ ഏകദേശം എല്ലാവരും ആശ്രയിക്കുന്നതെന്നല്ലെങ്കിൽ മാംഗ്ലൂരിനാണ്. ഹോസ്പിറ്റലായിട്ട് വേറെ എന്ത് കാര്യത്തിനായിട്ട് കാസർഗോഡുകാർ, മറ്റുള്ള ജില്ലക്കാരല്ല. 20 കിലോമീറ്ററിന്റെ ഇടയിലാണ് നമുക്കൊരു ടോൾ വരുന്നുള്ളത്. ഗവൺമെന്റിന്റെ ഒരു നിയമമുണ്ട്, 60 കിലോമീറ്ററിനാട്ടി അതിന്റെ ഇടയിൽ ഒരു ടോൾ വരാൻ പാടില്ല. ബസ്സിൽ പോകുന്നവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞമ്മക്ക് വലിയ സംഭവമാകുന്നില്ല, ഞമ്മ ബസ്സിൽ പോകുന്ന വരുന്നത്. അതേപോലെ പച്ചക്കറിന്റെ അങ്ങനത്തെ ഇങ്ങനത്തെ നോക്കുമ്പോ എല്ലാത്തിൽക്കും ഈ ടോളിന്റെ എത്ര പൈസ കട്ടാകുന്നുണ്ട്. അതെല്ലാം നമ്മളെ ടിക്കറ്റ് ആയിട്ട് ഈ പച്ചക്കറിയിലായിട്ട് എന്തെല്ലാം വിഭവങ്ങൾ നമ്മളെ പുറത്തുനിന്ന് വരുന്നുണ്ട്, അതിലൊക്കെ എല്ലാം പ്രൈസ് കൂടും. അതെല്ലാം നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കാണ്ട് പുരലിരുന്നിട്ട് ഞമ്മ അത് ടോൾ വരട്ട്, ആ ടോൾ വരാൻ കഴിയല അങ്ങനെ പറഞ്ഞു ഞമ്മ ജനങ്ങൾ എന്താക്കണം, പുറത്തിറങ്ങിയിട്ട് പറയണം. സമരെല്ലാം ഉണ്ടായി. അപ്പോൾ നമ്മളെ MLA AK അഷ്റഫ് അല്ലോ നല്ലോണം അതില് പോരാടിന് ഇതായിന്. പക്ഷെ അത് വലിയ സക്സസ് ആയിട്ട് എന്തായാലും അതിപ്പോ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലുണ്ട്. ഞാൻ ഒരു പാർട്ടിക്ക് സപ്പോർട്ടില്ല, അതേപോലെ ജാതി മതം ഞാൻ നോക്കലില്ല. അതേപോലെ നിങ്ങളും നോക്കാണ്ട് ഈ ഒരു ടോളിന് വേണ്ടിയിട്ട് മുമ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് പോരാടാൻ പറ്റല്ലേ? എന്തല്ലെങ്കിൽ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, നമുക്കൊരു ടോൾ വേണ്ട, ടോളിന്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാ, എന്റെ ഒരു സമരം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് എല്ലാവരും ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് പോരാടണം. മാക്സിമം വാട്സപ്പിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പായിട്ട് നാട്ടിലത്തെ ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും ഷെയർ ആക്കാം. ഇങ്ങനത്തെ ഒരു സംഭവം വരാൻ പാടില്ല. ഈ ടോള് അവിടെ വേണോ വേണ്ടയോ അത് നിങ്ങൾ പറയണം.